പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് 230 വാട്ട്സിൻ്റെ 12,000 ലിറ്റർ ഡിസ്ചാർജ് ഉള്ള മോഡലിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ആ സെയിം ലാസ്റ്റ് ഉപയോഗിച്ച് അതേ നോസിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക, വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇത് ഭയങ്കര പെർഫോമൻസ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-14 അടിയുടെ ഹൈറ്റിലാണ് ഏറ്റവും വലിയ ആ പോയിന്റ് പോയേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ അക്സസറിനെ കുറിച്ചാണ്. ഇതിനെ ഫൗണ്ടൻ കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടുന്ന ചെറിയൊരു ഐറ്റമാണിത്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിലെല്ലാം നല്ല ഭംഗിയിൽ നമ്മൾ ഗാർഡനിങ് മറ്റും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരു പോണ്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ചാടുന്ന പോലെ നല്ല ഭംഗിയിലൊരു ഷേപ്പിലൊക്കെ വെള്ളം ചാടുന്ന പോലെ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ അക്സസറിയാണിത്. അപ്പോൾ ഇതേപോലെയുള്ള ഗാർഡനിങ്ങിലെല്ലാം ടൂൾസ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റുന്നത് മോട്ടോർ സെലക്ഷനിലാണ്. എല്ലാവരും നമ്മുടെ നോർമൽ 1/2 HP 1 HP പോലെയുള്ള സാധാരണ മോട്ടറുകൾ ഉപയോഗിച്ചാണ് ഇതേപോലെയുള്ള ഗാർഡനിങ്ങിൻ്റെ പർപ്പസുകൾ ചെയ്യാറ്. അതിലുള്ള പല പ്രശ്നങ്ങളിലൊന്ന് ഭയങ്കരമായിട്ടുള്ള കറണ്ട് കൺസപ്ഷനാണ്. കറണ്ട് കൺസപ്ഷൻ ഓവറായിട്ടുള്ള പമ്പുകൾ വെച്ച് നമുക്കിത് അധികം നേരം ഓടിക്കാൻ പറ്റില്ല. മറ്റൊരു പ്രശ്നം, അതിൻ്റെ ഹെഡ് കറക്റ്റാവാതെ വരുന്നത് കൊണ്ട് മോട്ടർ ഓവർ ഹീറ്റായിട്ട് TOP ഉള്ള മോട്ടറുകളാണെങ്കിൽ ഓഫായി പോവുകയോ അതല്ലെങ്കിൽ ഓവർ ഹീറ്റായി ഫാനൊക്കെ ഉരുകി മോട്ടറിൻ്റെ വൈൻഡിങ് എല്ലാം ഷോർട്ടായി പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിലേക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് ഹൈ ഡിസ്ചാർജ് ഫൗണ്ടൻ പമ്പുകൾ വരുന്നുണ്ട്. ഇതേപോലെയുള്ള 100 വാട്ട്സ് 230 വാട്ട്സ് ഒക്കെ വരുന്നത് നമ്മുടെ പർപ്പസ് അനുസരിച്ച് ഞാൻ രണ്ടിലും കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മോഡൽ 230 വാട്ട്സ് കറണ്ട് എടുക്കുന്ന ഒരു മോഡലും മറ്റൊന്ന് 100 വാട്ട്സിൻ്റെയാണ്. ഇതിൽ രണ്ടിലും നമ്മൾ ഈ പറഞ്ഞ ഫൗണ്ടൻ കിറ്റ് കണക്ട് ചെയ്തിട്ടുള്ള പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ കൺസപ്ഷൻ വരുന്ന മാക്സിമം ഡിസ്ചാർജ് ഉള്ള, ഇപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിന് 100 വാട്ട്സിന് 7000 ലിറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 7000 ലിറ്റർ വെള്ളവും ഒരെണ്ണത്തിന് ഏകദേശം 12,000 ലിറ്റർ പെർ അവറുമാണ് അതിന് ഡിസ്ചാർജ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു 1/2 HP മോട്ടർ വെച്ചാൽ പോലും മാക്സിമം ഒരു 5000 ലിറ്റർ വരെയാണ് ഡിസ്ചാർജ് കിട്ടുള്ളൂ. ആദ്യം പറഞ്ഞുള്ള കൺസപ്ഷൻ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ മോട്ടറിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. ഇത് നമുക്ക് ഓൺലൈനിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഫൗണ്ടൻ കിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഐറ്റമാണ്. ഏകദേശം ഒരു പ്രൈസ് റേഞ്ച്, ഇതിപ്പോൾ 1 ഇഞ്ച് ഡെലിവറി ഉള്ളതിന് ഇതിന് ഏകദേശം 1500 രൂപയൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഇതിപ്പോൾ ലിറ്റിൽ പമ്പ് ഇൻഡോമ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഡിവൈസാണ്. ഇത് നിങ്ങൾക്ക് ചൈനീസ് പ്രോഡക്റ്റ് അങ്ങനെ പല പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇതിന് 2 ടോപ്പ് കവറുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 ഡിസൈനുകളിൽ വെള്ളം വീഴാൻ പാകത്തിന് 2 ടോപ്പ് കവറുകളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇനി നമുക്ക് ഇതേ ഡിവൈസിൽ നിന്ന് തന്നെ മറ്റ് പോയിന്റുകൾ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റുന്ന ഒരു സപ്പോർട്ടിംഗ് ഡിവൈസും കൂടി വരുന്നുണ്ട്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ പോയിന്റുകൾ ഇതിൽ നിന്ന് ഔട്ട്ലെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഈ പമ്പുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ABS മോഡലാണ് വരുന്നത്. കപ്പാസിറ്ററുകളൊന്നും ഇല്ലാത്ത സ്പ്ലിറ്റ് ഫേസ് ടെക്നോളജിയിൽ വരുന്ന മോട്ടറാണ്. ജസ്റ്റ് ഒരു കോഡ് വയർ മാത്രമേ ഉള്ളൂ, കണക്ഷൻ കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഹൈ ഡിസ്ചാർജ് പമ്പുകൾ വരാൻ നേരത്ത് നമ്മുടെ നോർമൽ പമ്പുകളിൽ വരുന്ന ടൈപ്പുള്ള ഇമ്പലറുകളായാലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഇമ്പലറുകളായിരിക്കും വരുന്നത്. ഡിസ്ചാർജ് കുറഞ്ഞ ഇതേപോലെയുള്ള ഫൗണ്ടൻ പമ്പുകളിൽ വരാൻ നേരത്ത് നോർമലായിട്ടുള്ള ഓപ്പൺ ടൈപ്പ് ലീഫ് ടൈപ്പൊക്കെ ഇമ്പലറുകളാണ് നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ഡ്യൂട്ടി പമ്പാണ്, എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഓടിക്കാം. ആദ്യം പറഞ്ഞുള്ള കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ചെറിയ അഡാപ്റ്റർ ഉണ്ട്. ആ അഡാപ്റ്റർ ഇതിൻ്റെ മേളിലേക്ക് കണക്ട് ചെയ്യുക. അത് മോട്ടറിൻ്റെ കൂടെ ഉള്ളതാണ്. ആദ്യം നമ്മൾ പരീക്ഷിക്കുന്നത് 100 വാട്ട്സിൻ്റെ മോട്ടറാണ്. 100 വാട്ട്സിൻ്റെ 7500 ലിറ്റർ ഡിസ്ചാർജ് ഉള്ള മോഡലാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് ഇതേപോലെ ഇതിൻ്റെ കണക്ടർ ഇതിൻ്റെ മേളിൽ പിടിപ്പിക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ മേളിൽ കണക്ട് ചെയ്യുക. ഇതിലൂടെയാണ് ഡിസ്ചാർജ് വരുന്നത്. ഇനി നമുക്കിത് വെറുതെ കറണ്ടിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ നിലവിലെ ഒരു ചെറിയ ട്രേയിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് ഇട്ട് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം 100 വാട്ട്സിൻ്റെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ 2 ടോപ്പ് കവർ വെച്ചിട്ട് അതിൻ്റെ രണ്ടിലും വരുന്ന വെള്ളത്തിൻ്റെ രീതി എങ്ങനെയാണ് ചാടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 8 അടിയിലാണ് ഏറ്റവും ആദ്യത്തെ ഒറ്റ പോയിന്റ് പോയേക്കുന്നത്. പിന്നെ പല തട്ടുകളായിട്ട് 2 തട്ടുകളിലായിട്ടാണ് വെള്ളം വീഴുന്നത്. ഇനി നമുക്ക് മറ്റേ നോസിലും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ മറ്റേ മോട്ടറിൻ്റെ പെർഫോമൻസോടും കൂടി ഒന്ന് നോക്കണം. നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഒരു ഗാർഡൻ്റെ സൈഡിലെല്ലാം ഇതേപോലത്തെ ഇത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. വെറുതെ ഒരു ട്വിസ്റ്റ് ലോക്ക് പോലത്തെ ഒരു ചെറിയ ലോക്കേ അതിലുള്ളൂ. നമ്മളത് ഇട്ട് വയ്ക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത നോസിലായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ടോപ്പ് കവർ വെച്ച് കഴിയുമ്പോൾ വെള്ളം കുറച്ചുകൂടെ ഒന്ന് ചേർന്നിട്ട് കുറച്ചുകൂടെ ഹൈറ്റിലാണ് വീഴുന്നത്. കുറച്ചുകൂടെ ഒന്ന് ചേർന്ന് മറ്റേതുപോലെ സ്പ്രെഡ് ചെയ്ത് വീഴാതെ കുറച്ചുകൂടെ ഒതുക്കത്തിലാണ്. രണ്ടും കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 100 വാട്ട്സിൻ്റെ മോട്ടറിന് പകരം ഒരു 230 വാട്ട്സിൻ്റെ മോട്ടർ വെച്ചാലുള്ളതിൻ്റെ ഒരു പെർഫോമൻസ് ആണ്.
അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് 230 വാട്ട്സിൻ്റെ 12,000 ലിറ്റർ ഡിസ്ചാർജുള്ള മോഡലിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ആ സെയിം ലാസ്റ്റ് ഉപയോഗിച്ച് അതേ നോസിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക, വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളം നമ്മൾ ഈ ട്രെയിലെ വെള്ളം വറ്റി പോകാതിരിക്കാൻ മറ്റൊരു മോട്ടർ വെച്ചിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് ഓൺ ചെയ്യാം. ഇത് ഭയങ്കര പെർഫോമൻസ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-14 അടിയുടെ ഹൈറ്റിലാണ് ഏറ്റവും വലിയ ആ പോയിന്റ് പോയേക്കുന്നത്. നല്ലൊരു സ്പ്രെഡിൽ നല്ല വലിയൊരു ഏരിയയിൽ നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഇതിലും കുറച്ചുകൂടെ ഇഷ്ടമായത് ആദ്യം വെച്ച നോസിലാണ്. പലർക്കും ഈ നോസിൽ ഇഷ്ടമായ ആൾക്കാരുണ്ട്. ഞാൻ മറ്റേ നോസിലൂടെ കൂടി ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമ്മുടെ ആദ്യം വെച്ചിരിക്കുന്ന നോസിൽ ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കാം. അതാണ് എൻ്റെ പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടത്. ഈ നോസിലാണ്. അതേപോലെ വെറുതെ ട്വിസ്റ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 230 വാട്ട്സിൽ ആദ്യം ഇട്ട ടൈപ്പ് നോസിലാണ്. ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ചുകൂടെ സ്പ്രെഡാണ്. മറ്റേതാണെങ്കിലും നല്ലതാണ്. ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഇട്ടത് തന്നെയായിരിക്കാം ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി. റെഡി? ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒപ്പീനിയൻ മാറ്റുകയാണ്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഇത് തന്നെയാണ്. കാരണം കുറച്ചുകൂടെ ചേർന്ന് വെള്ളം വീഴുമ്പോൾ നല്ല ഭംഗിയിൽ വീഴുന്നുണ്ട്. മറ്റേ കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് അളവ് കുറവായ പോലെ ഒരു ഫീലുണ്ട്. പക്ഷേ ആദ്യം വെച്ചപ്പോൾ എനിക്ക് മറ്റേ തിരിച്ചാണ് തോന്നിയത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 230 വാട്ട്സിൻ്റെ പമ്പ് എടുത്താൽ പോലും കൺസപ്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. കാരണം നമ്മുടെ സാധാരണ ഒരു ഹാഫ് HP പമ്പ് ആവറേജ് 3 ആമ്പിയർ കറണ്ട് എടുക്കും. അതായത് ഒരു 600-700 വാട്ട്സിനടുത്ത് ഹാഫ് HP പമ്പ് തന്നെ കറണ്ട് എടുക്കും. ഇനി 1 HP പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരു 1000-1100 വാട്ട്സ് ആയിരിക്കും കറണ്ട് എടുക്കുക. അത് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്തെ 230 എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് തന്നെയാണ്. ഇനി ആദ്യം പറഞ്ഞ 100 വാട്ട്സിൻ്റെ ആണെങ്കിലും നല്ലതാണ്. ഇത്രയും ഒരു പെർഫോമൻസ് ഇല്ലെങ്കിലും നിങ്ങൾ ആദ്യം കണ്ട പോലെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു പ്രൈസ് മോട്ടറിന് വരുന്നത് 100 വാട്ട്സിൻ്റെന് അപ്രോക്സിമേറ്റ് 7,000 to 8,000 ഇടയ്ക്കാണ് ആവറേജ് ഒരു പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പിടിപ്പിച്ചിരിക്കുന്ന 230 വാട്ട്സിൻ്റെന് അപ്രോക്സിമേറ്റ് ഒരു 12,000 രൂപ വരെ വില വരും. നമ്മുടെ നോർമൽ പമ്പുകളെ പോലെ അത്ര ചീപ്പല്ല, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൺസപ്ഷൻ വൈസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ ടൈമിനുള്ള ആ പൈസ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.